ഇന്ന് നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റി ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു മസാല നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുക്കുക. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക് എടുക്കുന്നുണ്ട്. ഇത്ര തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും എരിവൊന്നും വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് എടുത്താലും മതി. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടൂ. മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലിയില്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയായിട്ടും ചേർക്കാം. ഇതിപ്പോൾ വറുത്തെടുത്തു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കുക, അല്ലെങ്കിൽ ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇവിടെ 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ നേരത്തെ കുരുമുളക് 1 ടീസ്പൂൺ ചേർത്തതാണ്, അപ്പോൾ എരിവ് കൂടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുരുമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മസാല 3 ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ അളവും കൂട്ടണം. ഇപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മാക്സിമം നമുക്കൊരു 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഓരോ വേവായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നാലും ഒരു 15 മിനിറ്റ് മതി ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിരിക്കുന്ന ആ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പൊടി മുഴുവനായിട്ട് തന്നെ ചേർക്കുക. വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയിൽ കിടന്ന് വീണ്ടും വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു പകുതി വേവ് മാത്രമേ ആയിട്ടുള്ളൂ. അടച്ചു വെച്ച് വീണ്ടും ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാതെ നോക്കണം. പാകത്തിനുള്ള വേവായാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും. വീണ്ടും ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും കൂടി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. പ്രത്യേകിച്ച് നമുക്ക് മോര് കറിയുടെയും പരിപ്പ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്